അന്ന് നമ്മളോട് കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയ റിൻഷേട്ടനെ പറ്റി പിന്നെ ഒരു വിവരവും ഇല്ലല്ലേ. അപ്പോൾ ഇന്ന് റിൻഷേട്ടനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലുണ്ടാവും എന്താ, നമ്മളെല്ലാവരും മനസ്സിലും അവരവിടെ ജോലിക്ക് പോയിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രമാത്രം. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, വർക്ക് സ്ട്രെസ് എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ റിൻഷേട്ടൻ ഇവിടെ ഓഫ് ഷോർ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ കരയിൽ നിന്നുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പം ജോലിയിൽ ബിസി ആവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ലീവിൻ്റെ ദിവസങ്ങളും കാര്യങ്ങളെല്ലാം ഓക്കെ ആവണമെങ്കിൽ ഇവർ കടലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ എന്താ പറയുക കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുള്ളൂ. അതുവരെ അവിടെ ജോലി ചെയ്തതും ലീവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി മുതലാണ് ജോലി സ്റ്റാർട്ടാവുന്നതും ലീവ് കൗണ്ട് ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെത്രയും പെട്ടെന്ന് ഓഫ് ഷോറിൽ എത്തിക്കഴിയണം, എന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിവിടുന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അബുദാബിയുടെ ചില ഭാഗങ്ങളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കടലിൻ്റെ അകത്തേക്ക് പോവുകയാണ്. കടലിൽ നിന്ന്, അതായത് കരയിൽ നിന്ന് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കര അങ്ങനെ കാണാനാവത്തില്ല. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് മോസ്കാണ്. ദുബായിലുള്ള അബുദാബിയിലുള്ള ഏറ്റവും വലിയൊരു പള്ളിയാണ് കാണുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഒരു 1.5 ദിവസം എടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവരിതാ കടലിൻ്റെ ഒരു ഒത്ത നടുവിലായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവുമായിരിക്കും ഏകദേശം പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് നോക്കി എന്താ കാണുകയെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. ഒരു കരയുടെ ഒരു പൊടി പോലും കാണാനില്ല. ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് ഒരു പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളിങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഒരു കടലിൻ്റെ നടുവിൽ ഇങ്ങനെ നിന്നാൽ എങ്ങനെയുണ്ടാവും നിങ്ങളെ ലൈഫ്? അങ്ങനത്തെ അവരിപ്പം പോയിട്ട് 1 മാസം കഴിഞ്ഞ് അങ്ങനെ 5 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് വരുന്നത്.